ആഗോള വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിൽ പുതിയ യുദ്ധപ്രഖ്യാപനവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. ഇനി കപ്പലുകൾക്ക് ഹോർമൂസ് കടക്കണമെങ്കിൽ ഇറാന്റെ മുൻകൂർ അനുമതി വേണമെന്ന കടുത്ത നിർദ്ദേശമാണ് ടെഹ്റാൻ മുന്നോട്ട് വെക്കുന്നത്. ഒന്നാലോചിച്ചാൽ ഇതൊരു യുദ്ധപ്രഖ്യാപനമൊന്നുമല്ല, മറിച്ച് തങ്ങളുടെ അധികാരങ്ങൾക്ക് മേൽ മറ്റാരും കടന്നു വരാതിരിക്കാൻ ഇറാൻ അവിടെ ഒന്ന് സീൽ ചെയ്യുകയാണ്. വൻ ശക്തികളുടെ മുന്നറിയിപ്പുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ നീക്കം ആഗോള സാമ്പത്തിക സുരക്ഷാ വൃത്തങ്ങളെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തെ ആകെ എണ്ണക്കടത്തിന്റെ 1/3 കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ പാതയാണ് ഹോർമൂസ് എന്ന് നമുക്കറിയാം. ഇതിന്റെ മേൽ പൂർണ്ണാധിപത്യം സ്ഥാപിക്കാനാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത്. തങ്ങളുടെ അനുമതിയില്ലാതെ ഒരു കപ്പൽ പോലും ഈ വഴി കടത്തിവിടില്ല എന്ന ശാഠ്യത്തിലാണ് ഭരണകൂടം. വൻ ശക്തികളുടെ കപ്പലുകളായാൽ പോലും അനുമതി പത്രമില്ലെങ്കിൽ തടയുമെന്നും ആവശ്യമെങ്കിൽ സൈനിക ശക്തി ഉപയോഗിച്ച് നേരിടുമെന്നുമുള്ള കടുത്ത ഭീഷണിയാണ് ഇറാൻ ഉയർത്തുന്നത്. എന്നാൽ ഇറാന്റെ ഈ അഹങ്കാരത്തിന് പിന്നിൽ വലിയൊരു കാരണം കൂടിയുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഈ കുത്തക അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരു കപ്പൽ ചാലിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നു. ഇറാന്റെ കണ്ണിലെ കരടായ ഈ പുതിയ കപ്പൽ ചാൽ പദ്ധതിയെ തങ്ങൾ തരിപ്പണമാക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പുതിയ കപ്പൽ ചാലിനെ അതുപയോഗിച്ച് ശക്തമായി എതിർക്കുമെന്നും തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങളെ ഹനിക്കുന്ന ഒരു നീക്കവും അനുവദിക്കില്ല എന്നും ഇറാൻ ആക്രോശിക്കുന്നു. ഇത് വെറുമൊരു ആക്രോശവുമല്ല, അതിനു മുകളിലായി ഇത്ര കാലം ഇറാൻ നേരിട്ടിരുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും മറ്റ് ഉപരോധങ്ങളുമുണ്ട്. അതിനുമേൽ ഇനിയെങ്കിലും ജയിക്കാൻ ഇറാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കയുമായി ആണവ സാമ്പത്തിക ചർച്ചകളുടെ ധാരണാപത്രം ഒപ്പിടുമ്പോഴും തങ്ങളുടെ തനിനിറം മാറ്റാൻ ഇറാൻ തയ്യാറാകില്ല എന്നാണ് ഈ നീക്കങ്ങൾ വ്യക്തമാകുന്നത്. എന്താണ് ഇറാന്റെ തനിനിറം? മറ്റൊന്നുമല്ല, പരമാധികാരത്തിന്മേൽ കടന്നുകയറാൻ ഒരു ലോകശക്തിയെയും അനുവദിക്കില്ല എന്ന ഇറാനിയൻ ജനതയുടെ നിലപാട് തന്നെയാണ് ഈ തനിനിറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപരോധങ്ങളിൽ ഇളവ് വാങ്ങി എണ്ണക്കപ്പലുകൾ ചൈനയിലേക്ക് തിരിച്ചുവിടുമ്പോഴും ആഗോള കപ്പൽ ഗതാഗതത്തെ ബന്ദിയാക്കി വൻ ശക്തികളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ടെഹ്റാൻ ശ്രമിക്കുന്നത്. ഇറാന്റെ ഈ കടുംപിടുത്തം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുവാനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമായേക്കാം. അപ്പോൾ മറ്റു രാജ്യങ്ങളൊന്ന് ഭയക്കും. ഈ ഭയം തന്നെയാണ് ഇറാനും ആഗ്രഹിക്കുന്നത്. കാരണം ഇനി ഈ ഭയത്തെ പ്രതി തങ്ങളുടെ മേൽ കുതിര കയറാൻ ഒരു രാജ്യവും നിൽക്കരുത്. അതേസമയം ഒരു വശത്ത് സമാധാന കരാറുകളും നടക്കുമ്പോൾ മറുവശത്ത് അതിർത്തികളിൽ വൻ സൈനിക നീക്കങ്ങൾ നടത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ തങ്ങൾ ലെബനന്റെ ബഫർ സോണുകളിൽ നിന്ന് പിന്മാറുകയാണ് എന്ന തരത്തിൽ ഇസ്രായേൽ തന്നെയാണ് ആദ്യം അന്താരാഷ്ട്ര തലത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചത്. എന്നാൽ തൊട്ടു പിന്നാലെ ലെബനീസ് വൃത്തങ്ങളും ഇസ്രായേലിന്റെ തന്നെ ആഭ്യന്തര വൃത്തങ്ങളും ഈ വാർത്ത നിഷേധിച്ചതോടെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇസ്രായേലിന്റെ കപടമുഖം ഒരിക്കൽ കൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. ലോകത്തിന് മുന്നിൽ തങ്ങൾ സമാധാനകാംക്ഷികളാണ് എന്ന് വരുത്തി തീർക്കാനും എന്നാൽ യഥാർത്ഥത്തിൽ അതിർത്തികളിൽ അധിനിവേശം തുടരാനുമുള്ള ഇസ്രായേലിന്റെ കുതന്ത്രമാണ് ഇത് എന്ന് ഇറാന് നന്നായി അറിയാം. പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും കരാർ ലംഘനവും. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധത്തിന് താൽക്കാലിക വിരാമം കുറിച്ചുകൊണ്ട് ധാരണയിലെത്തിയിട്ടും അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കാൻ ഇസ്രായേൽ ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നതിന്റെ ഉത്തമ തെളിവാണ് ബഫർ സോണുകളിലെ ഈ സൈനിക സാന്നിധ്യം. ലെബനൻ എന്ന സ്വതന്ത്ര രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ കടന്നുകയറി അവിടെ ബഫർ സോൺ എന്ന പേരിൽ ഇസ്രായേൽ സൈന്യം നിലയുറപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. സമാധാന കരാറുകളെയും നയതന്ത്ര ചർച്ചകളെയും പുച്ഛിച്ചു തള്ളുന്ന ഇസ്രായേലിന്റെ ഈ നിലപാടാണ് പശ്ചിമേഷ്യയെ ഇപ്പോഴും യുദ്ധക്കളമാക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇതിലൂടെ അടിവരയിടുന്നു. നയതന്ത്ര പരാജയവും മറച്ചുവെക്കാനുള്ള നെട്ടോട്ടം. അതിനെക്കുറിച്ച് പറയുമ്പോൾ അമേരിക്ക ഇറാനുമായി ധാരണാപത്രം ഒപ്പിടുകയും ഉപരോധങ്ങളിൽ ഇളവുകൾ നൽകുന്നതും ഇസ്രായേലിന് തന്ത്രപരമായി ഏറ്റ കനത്ത പ്രഹരമാണ്. ഇറാനെ സൈനികമായി തകർക്കുക എന്നത് തങ്ങളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം പരാജയപ്പെട്ടതോടെ ലെബനൻ അതിർത്തിക്കുള്ളിൽ പിരിമുറുക്കം നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇസ്രായേലിന് തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പ് സാധ്യമാകൂ എന്നതാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. ഹിസ്ബുള്ളയുടെ ഭീഷണിയെ മുൻനിർത്തി അതിർത്തികൾ കയ്യേറുന്ന ഇസ്രായേൽ യഥാർത്ഥത്തിൽ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. കരാറിന്റെ ഭാഗമായി പിന്മാറേണ്ടി വന്നാൽ അത് തങ്ങളുടെ സൈനിക പരാജയമായി ചിത്രീകരിക്കപ്പെടുമെന്നുള്ള ഭയമാണ് ഇസ്രായേലിനെ ഈ പിന്മാറ്റ വാർത്ത നിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സമാധാനത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് ഇസ്രായേൽ നടത്തുന്ന ചതികളുടെ കോട്ടയാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമാകുന്നത്. US-ഉം ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തെ തുടർന്ന് ഇസ്രായേൽ സൈന്യം ലെബനൻ അതിർത്തിയിലെ ബഫർ സോണുകളിൽ നിന്ന് പിന്മാറുന്നു എന്നായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു കേട്ട വമ്പൻ വാർത്തകൾ. എന്നാൽ തങ്ങളുടെ അധിനിവേശ മോഹം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ തന്നെ ഈ വാർത്തകൾ നിഷേധിച്ചിരിക്കുന്നു. അതെ, ലോകത്തിനു മുന്നിൽ സമാധാന പ്രസംഗം നടത്തുകയും അണിയറയിൽ അയൽ രാജ്യങ്ങളുടെ മണ്ണ് കയ്യേറുകയും ചെയ്യുന്ന ഇസ്രായേലിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ വെളിച്ചത്താകുന്നത്.
അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് താൽക്കാലിക വിരാമം കുറിച്ചിട്ടും ലെബനന്റെ പരമാധികാരത്തിന് മേൽ കുതിര കയറുന്നത് അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. കരാറുകളെ കാറ്റിൽ പറത്തി അതിർത്തികളിൽ ചോരപ്പുഴയൊഴുക്കാനാണ് ഭാവമെങ്കിൽ വൻ ശക്തികളുടെ പിൻബലമുണ്ടെങ്കിലും ഇസ്രായേലിന്റെ ഈ ധാർഷ്ട്യത്തിന് പശ്ചിമേഷ്യൻ മണ്ണിൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന താക്കീതുമാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്.